ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങളിവിടെ അൽഹംദുലില്ലാ എല്ലാവരും സുഖമായിട്ടുണ്ട്. ഇതില്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോമ്പ് തുറ റെസിപ്പിയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഇത് റജബ് മാസമല്ലേ, അപ്പോൾ നോമ്പ് പിടിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസം നോമ്പ് പിടിച്ചപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഇഫ്താർ റെസിപ്പീസാണ്. ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മുട്ട വെച്ചുകൊണ്ടുള്ള ഒരു തേങ്ങാ ബന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഇതിനുള്ള ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമല്ലോ. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 3 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പില്ലേ, അത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പച്ചമുളക് ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് തീ മീഡിയമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിത് ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മട്ടൻ മസാല, ഇതൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഹൈയിൽ വെച്ചിട്ടില്ലേ നല്ലോണം ഒന്നങ്ങോട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഒരുപാട് അങ്ങോട്ടൊന്നും കരിഞ്ഞു പോകണ്ട, ഒന്ന് മൂപ്പിച്ചിട്ടെടുത്താൽ മതി. എന്നിട്ട് ഇത് ഉരുളക്കിഴങ്ങിനൊന്ന് മാഷാക്കിയിട്ടെടുക്കാൻ പോവാം. അത് മാഷാക്കിയതിന് ശേഷമില്ലേ ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പില്ലേ, അത് ഞാൻ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മൊത്തത്തിൽ അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല വലിയ സൈസിലുള്ള ഒരു പൊട്ടാറ്റോ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മസാലയില്ലേ, ഉള്ളി മസാല, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ല അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ല ഒരു 5 മുട്ട ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിതിലേക്ക് 5 ബൗൾസ് ഉണ്ടാക്കാൻ പോവാം. ഇതിൻ്റെ കുഞ്ഞുമോളായിട്ടോ നൂറയാണ്. അവൾ ഈ പൊട്ടാറ്റോ മാഷാക്കിയപ്പോൾ തന്നെ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടതാണ്. പക്ഷേ എനിക്കെന്തോ അത് എൻ്റെ ജോലി തിരക്കൊണ്ട് അത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പം തന്നെ വന്നതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്. ഞാൻ ഇതിൽ മസാല ഒക്കെ ആഡാക്കി, അപ്പോൾ ദേഷ്യത്തിൽ കുറേ കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ. അങ്ങനെ അവളെ ഞാൻ പിടിച്ച് മാറ്റിയിട്ട് എൻ്റെ ജോലിയിലേക്ക് ഞാൻ പോവാം. അവളെ കുറച്ച് സമാധാനമൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതിൽ ആദ്യം 5 ബൗൾസ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിൽ ആലു പറാട്ട എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ മസാല പറാട്ടേൻ്റെ ഉള്ളിലാണല്ലോ വെച്ച് കൊടുക്കുന്നത്. ഇത് പക്ഷേ മസാലേൻ്റെ ഉള്ളിൽ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ബൗൾസ് ആക്കില്ലേ, അതിനൊന്നിങ്ങനെ കയ്യിൽ അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ട വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മുട്ട പുറത്ത് കാണാത്തതുപോലെ ഫില്ലിംഗ് ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ മുട്ടയും ഞാനത് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഇതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ആക്കിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് നേരെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടില്ലേ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം, റൗണ്ട് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മുട്ടയുടെ ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കുക. കാരണം കട്ടാക്കിയപ്പോൾ ഇല്ലേ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷേപ്പിൽ തന്നെ ആക്കി കൊടുത്തത്. ഇതിൽ ഓപ്ഷനാണ്, അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളാക്കി കൊടുക്കാം. അങ്ങനെ എൻ്റെ ആദ്യത്തെ ബോൾസ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ തന്നെ ഫില്ലിംഗ് ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ ഫില്ലിങ്ങും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പൊട്ടാറ്റോ മുട്ട ഫില്ലിംഗ് അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കോട്ടിംഗ് റെഡിയാക്കാൻ പോവാം. ഞാനില്ലേ ഇത് പൊട്ടാറ്റോ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കടലമാവാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും കടലമാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ആ സമയത്ത് കറണ്ടും കൂടി പോയിട്ടുണ്ട്. പിന്നെ ഇതിലേക്കിൽ കുറച്ച് മാത്രം ഓട്സ് ഉണ്ടായിരുന്നു, അതും പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഞാൻ ആഡാക്കി കൊടുക്കുക. ഓട്സിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അത് ഓപ്ഷനല്ല, പക്ഷെ നല്ല അടിപൊളി ക്രഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ കോട്ടിംഗ് ആക്കുമ്പോൾ ഓട്സ് കുറച്ചും കൂടി മിക്സ് ആക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കടലമാവ് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ആക്കുക, ഒന്ന് മുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ചിക്ക് ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മധുരവും, പിന്നെ കുറച്ച് നല്ല കട്ട ഫ്രീസറിലുണ്ടായിരുന്ന കട്ട പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം.
അങ്ങനെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇതാ ഇവിടെ കോട്ടിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, കാരണം ബാങ്ക് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഓയിലില്ലേ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഹീറ്റായിട്ടുണ്ട്. ഇങ്ങനെ കോട്ടിംഗ് ആക്കിയിട്ടൊക്കെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഓയിൽ കുറേ ഒഴിച്ച് കൊടുക്കണ്ട, എന്തായാലും അത് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടില്ലേ ഷാലോ ഫ്രൈ ചെയ്യുന്നത് പോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തിരിച്ചും മറിച്ച് ഇട്ടിട്ട് കുറച്ച് ജോലി കൂടുന്നുണ്ടെന്നിട്ട് മാത്രം, പക്ഷെ നമ്മുടെ ഓയിലൊന്നും അങ്ങനെ വേസ്റ്റ് ആവാറില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈയും ആക്കിയിട്ട് എടുക്കാം, ബുദ്ധിമുട്ടില്ല. ഞാൻ പിന്നെ എൻ്റെ ഈ ഓയിൽ പിന്നെ എന്തിനും എനിക്ക് യൂസ് ആക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തത്. പിന്നെ ഇത് ഓയിലി ആയിട്ടുള്ളൊരു സ്നാക്കല്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കാം നിങ്ങൾ, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അങ്ങനെ ഇതാ എൻ്റെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്ന സമയം ആയിട്ടുണ്ട്. നോമ്പ് പക്ഷേ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കുട്ടികൾക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ അങ്ങനെ നോമ്പ് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് തുറക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ആക്കിയിട്ടൊന്ന് സപ്പോർട്ടാക്കുക, പിന്നെ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, ഒന്നും മറക്കല്ലേ, എല്ലാം ചെയ്തേക്കണേ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ തന്നെ ഞാൻ നിങ്ങൾക്ക് കട്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പുറത്തുനിന്നല്ലേ നല്ല ക്രഞ്ചി ഉണ്ട്, അകത്തുനിന്ന് നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്, നോമ്പിലൊക്കെ ഉണ്ടാക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, പിന്നെ നമുക്ക് എക്സ്ട്രാ നാസ്റ്റോന്നോ ബിരിയാണിന്നോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഒരെണ്ണം മതിയായിട്ടുണ്ട്, ഒരെണ്ണം പിന്നെ ആ ഒരു ജ്യൂസ് മതിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാം. താങ്ക് യു, ബൈ ബൈ.